ഹായ്, കിച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു പപ്പായ കറി ആയാലോ. ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും തരിക. ഒരു കുക്കർ എടുത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ, സവാള, പച്ചമുളക്, തക്കാളി എന്നിവ അതിലേക്ക് ആഡ് ചെയ്ത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. വെള്ളവും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് ഒരു 4 വിസിൽ വരുന്നവരെ വേവിക്കാം. ഇനി നമുക്ക് കൂട്ട് തയ്യാറാക്കാം. ഒരു ജാറെടുത്ത് അതിലേക്ക് ഒരു ബൗൾ തേങ്ങ, ഒരു 4 അല്ലി കൊച്ചുള്ളി, 2 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ അതിലേക്ക് ആഡ് ചെയ്ത് നന്നായി മഷി പോലെ അരച്ചെടുക്കാം. വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുകിടാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കൊച്ചുള്ളി ഇടാം. കൊച്ചുള്ളി നന്നായി മൂത്ത് വരുമ്പോൾ കറി ലീഫ് ഇടാം. കറി ലീഫ് നന്നായി മൂത്ത് വന്നതിന് ശേഷം നന്നായി വേവിച്ച് വെച്ചിരിക്കുന്ന പപ്പായ കൂട്ട് അതിലേക്ക് ഒഴിക്കാം. പപ്പായ നല്ലതുപോലെ ഉടച്ചെടുക്കണം. ഉടച്ചെടുത്തതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടും അതിലേക്ക് ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക. ഇളക്കി നമുക്കിതിലേക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ അല്പം കുറവുണ്ട്. ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇത് ചെറുതായി ഒന്ന് തിള വന്നാൽ മതി. ഇതാ 1-2 തിള വരാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഇത് നമുക്ക് ഓഫ് ചെയ്യാം. ഇവിടെ പപ്പായ കറി തയ്യാറാണ്. നല്ലതുപോലെ തിളച്ചാൽ പപ്പായയും കൂട്ടും രണ്ടായി പോവും. അതുകൊണ്ട് ചെറുതായി ഒരു തിള വരുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇവിടെ പപ്പായ കറി തയ്യാറാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. താങ്ക് യു.